തകർന്നടിഞ്ഞ വയനാട്ടിൽ ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ എത്തി ആശ്വസിപ്പിക്കുകയാണ്. ടെറിട്ടറിയിൽ സൈന്യത്തിന്റെ ലഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ മേപ്പടി എത്തിയപ്പോൾ സൈന്യം സ്വീകരിച്ചിരുന്നു. ദുരിതത്തെക്കുറിച്ച് ചോദിക്കുകയും ചർച്ച നടത്തുകയും ചെയ്തു. സൈനിക യൂണിഫോമിലായിരുന്നു മോഹൻലാൽ എത്തിയിരുന്നത്. ഉരുൾപൊട്ടൽ ഏറെ ബാധിച്ച മുണ്ടക്കൈയും സന്ദർശിച്ചു. നേരത്തെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 25 ലക്ഷം രൂപ താരം സംഭാവന ചെയ്തിരുന്നു. മോഹൻലാൽ പങ്കുവച്ച വൈകാരികമായ കുറിപ്പും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. വയനാട് ദുരിതബാധിതർക്ക് ആശ്വാസം പകരാൻ നിസ്വാർത്ഥരായ സന്നദ്ധ പ്രവർത്തകർ, പോലീസുകാർ, ഫയർ ആൻഡ് റെസ്ക്യൂ, NDRF സൈനികർ, സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയ അക്ഷീണം പ്രയത്നിക്കുന്ന ഓരോ വ്യക്തിയുടെയും ധൈര്യത്തെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നു. ദുരിതാശ്വാസ ദൗത്യത്തിൽ മുൻനിരയിൽ നിന്ന് എന്റെ 122 ഇൻഫൻട്രി ബറ്റാലിയൻ TA മദ്രാസിന്റെ പ്രയത്നങ്ങൾക്ക് ഞാൻ നന്ദി അറിയിക്കുന്നു. നമ്മൾ മുമ്പും വെല്ലുവിളികളെ അഭിമുഖീകരിക്കുകയും കൂടുതൽ ശക്തരാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ദുഷ്കരമായ സമയത്ത് ഒറ്റക്കെട്ടായി നിൽക്കുവാനും നമ്മുടെ ഒരുമയുടെ കരുത്ത് കാട്ടാനും ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്നും പറഞ്ഞിരുന്നു. ജയ് ഹിന്ദ് എന്നാണ് മോഹൻലാലിന്റെ ഈ ഒരു കുറിപ്പിൽ പറഞ്ഞു നിർത്തിയത്. വയനാട് ഉരുൾപൊട്ടൽ ബാധിതരുടെ പുനരധിവാസത്തിനായി നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സഹായം എത്തിക്കൊണ്ടിരിക്കുകയാണ്. മമ്മൂട്ടി, ദുൽഖർ സൽമാൻ, ടൊവിനോ, ആസിഫ് അലി, മഞ്ജു വാര്യർ, നയൻതാര, നവ്യ നായർ, ഫഹദ് ഫാസിൽ, നസ്രിയ, പേളി മാണിയും, ശ്രീനിഷ് തുടങ്ങിയ താരനിരകളും ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായങ്ങൾ നൽകിയിരുന്നു. ദുരിതാശ്വാസ നിധിയിലേക്ക് മമ്മൂട്ടിയും ദുൽഖർ സൽമാനും 35 ലക്ഷം രൂപയായിരുന്നു കൈമാറിയിരുന്നത്. ആദ്യഘട്ടമായി മമ്മൂട്ടി 20 ലക്ഷം രൂപയും ദുൽഖർ 15 ലക്ഷം രൂപയുമാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിട്ടുള്ളത്. തുക മന്ത്രി P. രാജീവ് ഏറ്റുവാങ്ങിയിരുന്നു. മമ്മൂട്ടി കെയർ ഫൗണ്ടേഷന്റെ ഭാഗമായാണ് തുക കൈമാറിയിരുന്നത്. കാർത്തിയും സൂര്യയും ജ്യോതികയും ചേർന്ന് 50 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരുന്നു. നടന്മാരായ കമൽ ഹാസൻ, വിക്രം എന്നിവർ 20 ലക്ഷം രൂപയും നടി രശ്മിക മന്ദാന 10 ലക്ഷം രൂപയും നൽകിയിരുന്നു. ഫഹദ് ഫാസിലും നസ്രിയയും ചേർന്ന് 25 ലക്ഷമാണ് സംഭാവന ചെയ്തിരിക്കുന്നത്. അതേസമയം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ തിരച്ചിൽ 5ാം നാളിലേക്ക് തുടരുകയാണ്. 250-ൽ പരം ആളുകളെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ചൂരൽമല, മുണ്ടക്കൈ മേഖലകളിൽ ഇന്നും ഊർജിത തിരച്ചിൽ നടക്കുകയാണ്. മുണ്ടക്കൈ മേഖലയിൽ ജീവന്റെ തുടിപ്പ് കണ്ടെത്തിയ സാഹചര്യത്തിൽ റഡാർ പരിശോധന വിപുലമാക്കുമെന്നും സൈന്യം പറഞ്ഞിട്ടുണ്ട്. സൈന്യവും NDRF അടക്കം 2000-ഓളം പേർ ഇന്നും ദൗത്യത്തിൽ ഭാഗമാകും. ദുരന്തത്തിൽ ഇതുവരെ 338 പേർക്ക് ജീവൻ നഷ്ടമായി. ചാലിയാറിൽ നിന്ന് 16 മൃതദേഹങ്ങളും ദുരന്തഭൂമിയിൽ നിന്ന് 6 മൃതദേഹങ്ങളും ഇന്നലെ കണ്ടെത്തിയിരുന്നു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരെ തിരിച്ചറിയാൻ സാധിക്കാത്ത ഭൗതിക ശരീരങ്ങൾ ജില്ലയിലെ പൊതു ശ്മശാനത്തിൽ സംസ്കരിക്കുമെന്ന് വയനാട് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. കൽപ്പറ്റ നഗരസഭ, വൈത്തിരി, മുട്ടിൽ, കണിയാമ്പറ്റ, പടിഞ്ഞാറത്തറ, തൊണ്ടാർനാട്, എടവക, മുൻകൊള്ളി എന്നീ ഗ്രാമപഞ്ചായത്തുകളിലാണ് സംസ്കാരത്തിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. തിരിച്ചറിയാൻ കഴിയാത്ത 74 മൃതശരീരങ്ങളാണ് മേപ്പടി ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ സൂക്ഷിച്ചിട്ടുള്ളത്. മൃതദേഹങ്ങൾ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് കൈമാറി നടപടികൾ പൂർത്തിയാക്കും. മൃതശരീരങ്ങളുടെ സൂക്ഷിപ്പ്, കൈമാറ്റം, സംസ്കാരം എന്നിവയ്ക്ക് രജിസ്ട്രേഷൻ വകുപ്പ് IG ശ്രീധന്യ സുരേഷിനെ നോഡൽ ഓഫീസറായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്.